ഹായ് ഗൈസ്, എന്തൊക്കെയാണ്? ഇന്ന് നമുക്ക് കിഡ്സിൻ്റെ, അതായത് 3 വയസ്സിന് മുകളിൽ ഒരു 10 വയസ്സ് ഉള്ള കുട്ടികൾക്കുള്ള ഹൈറ്റ്, അതേപോലെ നമുക്ക് വെയിറ്റൊക്കെ ഗ്രോ ചെയ്യാനുള്ള ഭക്ഷണ രീതി നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഉള്ളൊരു ഡയറ്റ് പ്ലാനാണ്, അവർക്കുള്ളൊരു ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ നമ്മളിതൊരു എന്താ പറയുക, വെയിറ്റ് ഗെയിന് നല്ല മെയിൻ ഉദ്ദേശിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണ രീതി, അതുപോലെ അവർ കുറച്ച് ഹൈറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഭക്ഷണ രീതി, അതേപോലെ വെയിറ്റ് കൂടാനുള്ള ഭക്ഷണ രീതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ കുറച്ച് പറയാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ, ഒന്ന്, അവരെ കൂടുതലായിട്ട് നിർബന്ധിക്കാതിരിക്കുക. അതായത് ഭക്ഷണം കഴിക്കുമെന്ന് നിർബന്ധിക്കാതിരിക്കുക, ഒരുപാട് പുഷ് ചെയ്യുക, അത് വേണ്ട. അതേപോലെ ഒരുപാട് പേർക്ക്, കുട്ടികൾക്ക് അധികം പേർക്കും ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അവരെ കളിക്കാനൊക്കെ വിടുക. കുറച്ച് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി അവർക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ വന്നോളും. അപ്പോൾ കളിക്കാനൊക്കെ വിടുക. അതേപോലെ നോക്കേണ്ട അടുത്തൊരു വേറെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ ഇനിയിപ്പോൾ തടിയില്ലെങ്കിലും അവർ ആക്റ്റീവാണോ എന്ന് നോക്കിയാൽ മതി. ആരോഗ്യമായിട്ട് ഓക്കെ ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. തടിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. മക്കൾ, അവർ കുട്ടികളാണ്, അവർ ഓട്ടോമാറ്റിക്കായി ഗ്രോ ആയിക്കോളും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഓക്കെ. അതേപോലെ മക്കളെപ്പോഴും കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഭക്ഷണത്തിന് അവരായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാകുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. പുറത്തുള്ള ഭക്ഷണങ്ങൾ, അതായത് പുറത്ത് ഈ അനാവശ്യ ഫുഡുകൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക. പെപ്സി, കൊക്കക്കോള, അങ്ങനത്തെ ഫുഡുകൾ, അതേപോലെ ബർഗർ, KFC, ഇങ്ങനത്തെ ഫുഡുകൾ, അതേപോലെ ഒരുപാട് ചോക്ലേറ്റ്സ്, ഇങ്ങനത്തെ ഫുഡുകളൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്തായാലും കുറച്ചൊക്കെ കഴിക്കേണ്ടി വരും, കുറച്ചൊക്കെ കൊടുക്കേണ്ടി വരും. എന്നാലും മാക്സിമം ഇങ്ങനത്തെ ഫുഡുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഫുഡുകളൊന്നും കൊടുക്കാതിരിക്കുക. മാക്സിമം കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. അപ്പോൾ എന്തൊക്കെ ഫുഡുകൾ നിങ്ങൾ ആഡ് ചെയ്യണം, അതേപോലെ ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനത്തെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ജസ്റ്റ് ഡോക്ടറോട് ഒരു സജഷൻ ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ അവർ ഹെൽത്തി ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് കാര്യം ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. അതേപോലെ നിങ്ങൾ കുട്ടികൾക്ക് ഫുഡുകളൊക്കെ കൊടുക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഗ്രോ ആകും. അതുപോലെ തന്നെ അവർക്ക് വേണ്ട വെയിറ്റും വെക്കും. അതേപോലെ നമ്മൾ ഒരുപാട് ഫുഡ്, ഇപ്പോൾ ഞാൻ അളവ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവർക്ക് എത്രയാണോ കഴിക്കാൻ ഇഷ്ടം അത് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഒരുപാട് നിങ്ങൾ പുഷ് ചെയ്തിട്ട് തീറ്റിക്കേണ്ട കാര്യമല്ല. ഓക്കെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മധുരം നിങ്ങൾ മാക്സിമം ആഡഡ് ഷുഗർ ഉള്ള ഫുഡുകൾ ഒഴിവാക്കുക. ആഡഡ് ഷുഗർ നിങ്ങൾ ആഡ് ചെയ്യുന്നത് അവർക്ക് കൊടുക്കാതിരിക്കുക മാക്സിമം. അതേപോലെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ ശീലിക്കുന്ന കാര്യങ്ങളായിരിക്കും വലുപ്പത്തിൽ അവർ ഫോളോ ചെയ്യുക. അതിൽ മാക്സിമം ഫുഡിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, ആവശ്യത്തിന് കാർബ്സ് ഉൾപ്പെടുത്തുക. അതേപോലെ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഫുഡുകൾ ആഡ് ചെയ്യുക ഫുഡിൽ. അതേപോലെ വൈറ്റമിൻസ്, മിനറൽസ്, കാൽസ്യം എല്ലാം വരുന്ന രീതിയിലായിരിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് അധികവരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, രാവിലെ ഈ പൊരിച്ചതും കരിച്ചതൊക്കെ കൊടുക്കാണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. രാവിലെ മക്കൾക്ക് എപ്പോഴും ഒരു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, ഒരു പ്രോട്ടീൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫുഡ് നിങ്ങൾ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെ ഫുഡുകൾ നിങ്ങൾ കൊടുക്കണം, എന്തൊക്കെ ഫുഡുകൾ കൊടുക്കണ്ടെന്ന് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തു. ഇനി എന്തൊക്കെ ഫുഡുകൾ നമുക്ക് കൊടുത്തുകൊണ്ട് അവരെ ഗ്രോ ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനൊക്കെയാണ്. അപ്പോൾ എല്ലാവരും 2 മാസത്തോളം വീട്ടിൽ തന്നെ ആയിരിക്കും. അധികം വരും 3 വയസ്സൊക്കെ ആകുമ്പോൾ ഏറെക്കുറെ ആരും പോകാനൊന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല ക്ലാസ്സിൽ. അല്ലാത്തവർക്ക് കൂടുതലും വെക്കേഷനാണ് 2 മാസമൊക്കെ. അപ്പോൾ ഇപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയൊരു ടൈമാണ്. അപ്പോൾ നിങ്ങളത് മാക്സിമം കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ഭക്ഷണ രീതി ശീലിപ്പിക്കാം. അപ്പം അധിക പേരും എഴുന്നേൽക്കുന്നതൊക്കെ കുറച്ച് ലേറ്റായിട്ട് തന്നെ ആയിരിക്കും മക്കളൊക്കെ എഴുന്നേൽക്കൽ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു 8 മണി 9 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾ എഴുന്നേൽപ്പിക്കുക. അതേപോലെ രാത്രി കുറച്ച് നേരത്തെ കിടക്കാൻ പറയുക. അതുകൂടെ ഒന്ന് ശീലിപ്പിക്കാം കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടായിരിക്കും അധിക പേരും ഉറങ്ങലും എഴുന്നേക്കലൊക്കെ. അത് മൈൻഡാക്കണ്ട, നെവർ മൈൻഡ്. അവർക്ക് റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് റെസ്റ്റും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ഒരു 10 മണി ടൈമാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾ ആക്കിക്കോളൂ, അതൊന്നും കുഴപ്പമില്ല.
10 മണിക്ക് നിങ്ങൾ രാവിലെ മക്കൾ അവർ എഴുന്നേറ്റ പാട് നിങ്ങൾ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു ഗ്ലാസ് പാല് കൊടുക്കാം. ഒരു ഗ്ലാസ് പാലിൻ്റെ കൂടെ ഒരു ഹാൻഡ് ഫുള്ള് പീനട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ്, വാൾനട്ട്സ്, ആൽമണ്ട്സ്, കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, ഫിഗ്, ഇങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്ലാസ് പാൽ കൂടെ നിങ്ങൾ വെറും വയറ്റിൽ ഏർലി മോർണിംഗിൽ നിങ്ങൾ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അവരെ ഹൈറ്റ് ഗ്രോ ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാവും. അതേപോലെ തന്നെ വെയിറ്റും ഗ്രോ ചെയ്യാൻ ഹെൽപ്ഫുള്ളാവും. ഓക്കെ, ഇതിൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഫുഡുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എഴുന്നേറ്റ പാട് ഒരു ഗ്ലാസ് പാലും ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുക, പീനട്ട്, നമ്മൾ സാധാ പീനട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ രാവിലെ ഏർലി മോർണിംഗിൽ നിങ്ങൾ കൊടുക്കുക ഒരു 10 മണിയാകുമ്പോൾ. അത് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. കുറച്ച് കൊടുത്താൽ മതി, അളവൊന്നും വേണ്ട. അവരെത്രയാണ് കഴിക്കുന്നത് അത് കൊടുത്താൽ മതി, അതിൽ കൂടെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 11 മണിക്ക് ഞാനിവിടെ പറയുന്നത് ബ്രെഡ് സാൻഡ്വിച്ച്. അവർക്ക് സാൻഡ്വിച്ചൊക്കെ കാണുമ്പോൾ ഭയങ്കര കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്രെഡിൽ നിങ്ങൾ ഒരു എഗ്ഗ് ഓംലെറ്റ് ആക്കി വെച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ സാൻഡ്വിച്ച് പരുവത്തിലാക്കി കൊടുക്കുക. അതൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാ ഈ പഴം, ഈ ബട്ടർ ഗീ ആഡ് ചെയ്തിട്ട് പഴം നമ്മൾ ബോയിൽ ചെയ്യും. ഗീയൊക്കെ ആഡ് ചെയ്തിട്ട് നേന്ത്രപ്പഴം, അതിൻ്റെ കൂടെ നിങ്ങളൊരു മുട്ട പുഴുങ്ങിയത് കൂടെ നിങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഒരുപാട് നിർബന്ധിച്ചിട്ട് അതായത് ഒരുപാട് പുഷ് ചെയ്തിട്ട് നിങ്ങൾ കഴിപ്പിക്കരുത്. അവർക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ഓപ്ഷനായിട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓട്സ് സ്മൂത്തി ആക്കിയിട്ട്, ഓട്സിൽ മിൽക്ക്, ഓട്സ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഓട്സ് സ്മൂത്തി നിങ്ങൾ കൊടുത്ത് നോക്കുക. അവർക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. അതൊരു ഓപ്ഷനായിട്ട്. ഇങ്ങനെ ഒരു 3 ഓപ്ഷൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇപ്പോൾ ഈ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അവക്കാഡോ ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാം. നിങ്ങളെ സ്റ്റൈൽ അനുസരിച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കണം എന്ന് മാത്രം നിർബന്ധം. ഇനിയിപ്പോൾ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ചപ്പാത്തി കൊടുക്കാൻ പറ്റും. അതുപോലെ ആവിയിൽ ഉണ്ടാക്കുന്ന ഫുഡുകളുണ്ടല്ലോ, നമ്മളെ പുട്ട്, ഇഡ്ഡലി, ഇതൊക്കെ കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് എഗ്ഗ് നിങ്ങൾ ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ ആഡ് ചെയ്യുക, കടല ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. പ്രോട്ടീന് മസ്റ്റായിട്ട് നിങ്ങൾ പ്രോട്ടീനിൽ വേണം കൂടുതലായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒരുപാടൊന്നും വേണ്ട, ആവശ്യത്തിന് മാത്രം മതി. ഓക്കെ, ഇതാണ് നമ്മളെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂറൊക്കെ നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കാം. ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1 മണിയോ അല്ലെങ്കിൽ 2 മണിയോ, 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു 1 മണിക്കോ അല്ലെങ്കിൽ 2 മണിക്കോ 2-3 മണിക്കൂർ ഗ്യാപ്പ് അവർക്ക് ഓക്കെയാണ്. നിങ്ങൾ ജസ്റ്റ് ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഇടവിട്ടിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ ആ ഒരു ഗ്യാപ്പ് മതി, ആ ഒരു ഡിസ്റ്റൻസ് മതി. ഓക്കെ, അപ്പോൾ 1 മണിയോ 2 മണിക്കോ നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു ബോൾ റൈസ് കൊടുക്കുക. ബസുമതി റൈസ് അല്ലെങ്കിൽ ബ്രൗൺ റൈസ്, അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള റൈസ് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് റൈസ് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചിക്കൻ പാസ്ത, ഈ പാസ്തയിൽ ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അവർക്ക്. പാസ്ത കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ റൈസ് ആണെങ്കിൽ ഒരു ബോൾ റൈസ് കൊടുക്കുക. അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി 1-2 കൊടുക്കുക. ഓപ്ഷനാണ് ഇതൊക്കെ. ഓക്കെ, ഇതിൻ്റെ കൂടെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ചിക്കൻ പാസ്ത ആണെങ്കിൽ ചിക്കൻ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ എഗ്ഗ് പാസ്ത ആണെന്നുണ്ടെങ്കിൽ എഗ്ഗ് നിങ്ങൾ ആഡ് ചെയ്യുക, ഒരു എഗ്ഗ് കൂടെ നിങ്ങൾ ആഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ റൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുപയർ, കടല, അല്ലെങ്കിൽ ഫിഷ്, ചിക്കന്, പനീർ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുക. ബീഫ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കുറച്ച് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വെജിറ്റബിൾസ് മസ്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. കുക്കുംബർ, ക്യാരറ്റ്, അങ്ങനത്തെ കുറച്ച് വെജിറ്റബിൾസൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ആഡ് ചെയ്യുക. ബ്രൊക്കോളിയൊക്കെ കൊടുക്കാൻ പറ്റും, ബ്രൊക്കോളിയൊക്കെ നിങ്ങൾ കൊടുക്കുക. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫുഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു ലഞ്ച് പോലെ തന്നെ അത്യാവശ്യം ഒരുപാടൊന്നും ക്വാണ്ടിറ്റി വേണ്ട, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതി. അവരത് കഴിക്കുന്നുണ്ട്, അവർക്ക് ഓക്കെയാണ്. അവരിനിയും കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കൊടുക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ഒരുപാട് ഓവറായിട്ട് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളൊരു 4 മണി ഒക്കെ ആകുമ്പോൾ 2 മണിക്ക് നിങ്ങൾ കഴിച്ചതെന്ന് വെച്ചാൽ 4 മണി അല്ലെങ്കിൽ 4:30 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു പീസ് സ്വീറ്റ് പൊട്ടാറ്റോ കൊടുക്കാൻ പറ്റും. സ്വീറ്റ് പൊട്ടാറ്റോ കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ്
ഫ്രൂട്ട് സലാഡായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. കുറച്ച് വെറൈറ്റി ആയിട്ട് ഫ്രൂട്ട് സലാഡായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഫ്രൂട്ടിൽ നിങ്ങൾക്ക് എല്ലാ ഫ്രൂട്ടും ആഡ് ചെയ്യാൻ പറ്റും. പൈനാപ്പിൾ, ഓറഞ്ച്, ആപ്പിൾ, ബനാന, കിവി, അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫ്രൂട്ട്സ് ഒരു ബോൾ സെറ്റ് ചെയ്തിട്ട് അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഫ്രൂട്ട് സലാഡൊക്കെ, പോമഗ്രാനൈറ്റ്, അങ്ങനെ ഒരു ഫ്രൂട്ട് സലാഡായിട്ട് കൊടുക്കാൻ പറ്റും. അത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രെഡിൽ തന്നെ പീനട്ട് ബട്ടർ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രെഡ്, പീനട്ട് ബട്ടറൊക്കെ നമുക്ക് നല്ല പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള പീനട്ട് ബട്ടറൊക്കെ കിട്ടും. പിൻഡോള അല്ലെങ്കിൽ മൈ ഫിറ്റ്നസിൻ്റെ ഒക്കെ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പീനട്ട് ബട്ടറൊക്കെ കിട്ടും. അതൊക്കെ നല്ലതാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെഡ്, പീനട്ട് ബട്ടർ കൊടുക്കാൻ പറ്റും. അതേപോലെ വേറെ നമുക്ക് ഇപ്പോൾ ഈ നമ്മൾ മിഡ് സ്നാക്കിൽ കൊടുത്ത മാതിരി തന്നെ ഇപ്പോൾ സാൻഡ്വിച്ച് മാതിരി തന്നെ നിങ്ങൾക്ക് ഈവനിങ്ങിലും സാൻഡ്വിച്ച് ആക്കി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓട്സ് സ്മൂത്തി ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ആ ടൈമിൽ നിങ്ങൾക്ക് സ്മൂത്തി ആക്കി കൊടുക്കാൻ പറ്റും. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. അതൊരു ഈവനിങ്ങിൽ 4 മണി ആ റേഞ്ചിൽ നിങ്ങൾക്ക് കൊടുക്കാം. 4 മണി 4:30 ആകുമ്പോൾ കൊടുക്കാം. അത് കഴിഞ്ഞ് അവർ കളിക്കാൻ പോകുന്നവർക്കാണെങ്കിൽ കളിക്കാൻ വിടുക. നിങ്ങൾ തീർച്ചയായും കളിക്കാൻ വിടുക. അപ്പോൾ അവർക്ക് വിശപ്പുണ്ടാവുള്ളൂ. അപ്പോൾ കളിക്കാനൊക്കെ വിടുക, ആക്റ്റീവ് ആകുക. അപ്പോൾ കുറച്ചുകൂടെ അവർ ഫുഡ് കഴിച്ചോളും. ഫുഡ് കഴിക്കാനൊരു മടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ 6 to 7 o'clock ആ റേഞ്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഗെയിൻ ഒരു കുറച്ച് റൈസ് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ റൈസ് കഴിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റയാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ പാസ്ത, അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി, അല്ലെങ്കിൽ രാഗി കൂള്. ഈ രാഗീൻ്റെ കൂളൊക്കെ കൊടുക്കും. നമ്മൾ ഞാൻ ചെറുപ്പത്തിൽ ബാലവാടിയിലൊക്കെ പഠിക്കുമ്പോൾ കൂള്, അതിൽ ഈ പീനട്ടൊക്കെ ഇട്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു അത് കൂള്. അത് മോർണിംഗിൽ കിട്ടുമായിരുന്നു, മോർണിംഗിൽ ലഞ്ചിൽ കിട്ടുമായിരുന്നു, ഈവനിങ്ങിൽ കിട്ടുമായിരുന്നു. അത് കൊടുക്കുന്നത് വളരെയധികം ഹെൽത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് രാഗി ഒരു കൂള് മാതിരി ആക്കിയിട്ട്, ഒരു ഗ്രേവി മാതിരി ആക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ പീനട്ടൊക്കെ ആഡ് ചെയ്തിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഓക്കെ, അതൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഒരു 7 മണിയാകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ലേറ്റായിട്ടൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക, ഒരു 9 മണിക്ക് നിങ്ങളെന്ത് ചെയ്യുക, ഒരുപാട് ലേറ്റൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾ സലാഡായിട്ട് കൊടുക്കാൻ പറ്റും. ഫ്രൂട്ട്സിലായിട്ട് കൊടുക്കണ്ട, ചിലപ്പോൾ ഉറക്കത്തിന് അത് ബാധിക്കും. ഫ്രൂട്ട്സ് കൊടുക്കണ്ട, വെജിറ്റബിൾസ് സലാഡായി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എഗ്ഗ് നിങ്ങൾ കൊടുക്കുന്നില്ല, ഇപ്പോൾ മാക്സിമം ഒരു 1-2 എഗ്ഗൊക്കെ നിങ്ങൾ കൊടുക്കുക ഒരു ദിവസം. അപ്പം ഒരു എഗ്ഗ് കൂടെ നിങ്ങൾക്ക് നൈറ്റ് എഗ്ഗ് ഓംലേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മോർണിംഗിൽ ഒരു എഗ്ഗ് കൊടുത്ത് നൈറ്റിലും വേണമെങ്കിൽ നിങ്ങൾ ഒരു എഗ്ഗ് കൂടെ കൊടുക്കാം. ഒരു എഗ്ഗ് ഓംലേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും, അങ്ങനെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ബനാന കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നൈറ്റ് ഫ്രൂട്ട്സ് കൊടുക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം ഈ 9 മണിക്കൊക്കെ ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഇപ്പോൾ നമ്മൾ ഒരു മീൽ കഴിച്ച് അവസാനം 7 മണിക്ക് നമ്മൾ മീൽ കഴിച്ചു, ഒരു 10 മണിക്കൊക്കെ ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ചെറിയൊരു സ്നാക്സ്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്താലും മതി. ആൽമണ്ട്സോ ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ആ ടൈമിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി നിങ്ങൾ കൊടുത്താൽ മതി. ഒരുപാട് ക്വാണ്ടിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 10 മണി 11 മണിയാകുമ്പോഴത്തേന് നിങ്ങൾ അവരെ ഉറങ്ങാനായിട്ട് ഇതാക്കാം. അപ്പോൾ ഒരു 11 മണിയാകുമ്പോഴത്തേന് ഉറങ്ങാം. അതുപോലെ തന്നെ രാവിലെ അവർ എപ്പോൾ വേണമെങ്കിലും എഴുന്നേറ്റ്, എന്തായാലും ലേറ്റായിട്ട് വെക്കേഷനൊക്കെ ആകുമ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ എഴുന്നേക്കുക, അത് കുഴപ്പമില്ല. അതേപോലെ വെള്ളത്തിലാണെങ്കിലും നിങ്ങൾ വെള്ളം ആവശ്യത്തിന് കുടിപ്പിച്ചാൽ മതി. ഒരുപാട് വെള്ളം കുടിപ്പിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് നിങ്ങൾ വെള്ളം കുടിപ്പിച്ചു. ഇപ്പോൾ ഒരുപാട് ചൂട് കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം വെള്ളമൊക്കെ കുടിപ്പിക്കുക. അത് നമുക്ക് അറിയാൻ പറ്റും. യൂറിനിൽ പാസ് ചെയ്യുമ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര യെല്ലോ കളറാണെന്നുണ്ടെങ്കിൽ അവർ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിപ്പിക്കുക, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അവർ അത്യാവശ്യം ഗ്രോ ആവും, അത്യാവശ്യം വെയിറ്റ് ഇൻക്രീസ് ആവും. അപ്പം ഞാൻ പറയുന്ന മാതിരി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ്, നിങ്ങളെ അറിവിലുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കിഡ്സിൻ്റെ തന്നെ നമുക്ക് വെയിറ്റ് ലോസിൻ്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഞാൻ പറഞ്ഞുതരാം വൈകാണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺ.